ബാലൻ്റെ പ്രസ്താവനയോ അതിനെ പിന്തുണക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തെയോ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തു നിന്ന് പോലും ആരും രംഗത്ത് വന്നിട്ടില്ല. അത് നമ്മൾ കാണണം. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ അതിനെതിരായിട്ടുള്ള ബൈറ്റുകൾ വരുന്നുണ്ട്. കൃഷ്ണദാസിൻ്റെ ബൈറ്റ് വരുന്നുണ്ട്, LDF കൺവീനറുടെ ബൈറ്റ് വരുന്നുണ്ട്. ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരായിട്ടുള്ള ശബ്ദം സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വരുന്ന ആളുകൾ പോലും ഇതിൽ ബാലനെ കൈയൊഴിയുന്നതാണ് കാണുന്നത്. ഒരേ ഒരു മനുഷ്യനാണ് ഈ ബാറ്റൺ സ്വീകരിച്ചിട്ടുള്ളത്. അതാരാണ്? നമ്മുടെ BJPയുടെ പ്രസിഡന്റ് RC എന്താണ്, രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 100 ദിന ക്യാമ്പയിൻ നടത്താൻ പോകണമെന്നാണ്. അപ്പോൾ AK ബാലൻ ഒരു കാര്യം പറയുന്നു, മുഖ്യമന്ത്രി അതിനെ എൻഡോസ് ചെയ്യുന്നു, ആ ബാറ്റൺ ആരേറ്റെടുക്കുന്നു? രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നു. 100 ദിവസം ഈ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇവിടെയാണ് അപ്പം ആളുകൾ ചോദിക്കുന്നില്ല, ഈ മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെട്ടിട്ടും വീണ്ടും അതേ നാണയം, അതേ സ്ലോഗൻ ഈ ഇലക്ഷനിലും എന്തുകൊണ്ടായിരിക്കും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്? പരാജയപ്പെട്ടൊരു പദ്ധതി വീണ്ടും എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന കൗതുകം പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണേണ്ടത് ഇത്തവണ അത് പരാജയപ്പെടില്ല, വേറെ നിലക്കുള്ള ചില ഡീലുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം അവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇലക്ഷനിൽ കേരളം ഭരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, അല്ല അത് നടക്കാനും പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ സെലക്റ്റഡ് മണ്ഡലങ്ങളുണ്ട്. അവരൊന്ന് A ക്ലാസ് എന്നോ A+ എന്നൊക്കെ പറയുന്ന കുറച്ച് ഫ്യൂ ഡസൻ, ഒരു പരമാവധി പോലെ 30-34 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ എഗൻ A+ ആക്കിയുള്ള 10-11 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ടാർഗറ്റ് ഈ ഇലക്ഷനിൽ അവരെ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. 10, 12, 11 ആ വരുന്ന A+ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ മണ്ഡലങ്ങൾ, അതിനകത്ത് അവർക്ക് വിജയിക്കണം. ബാക്കിയുടെ ആർക്ക് വിജയിക്കാം? LDFന് വിജയിക്കാം. അങ്ങനെ ഒരു ഡീൽ രൂപപ്പെടുകയാണോ? നേരത്തെ തന്നെ ഉണ്ട്. RSSൻ്റെ പ്ലാൻ എന്താണ്? ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട RSSൻ്റെ പ്ലാൻ എന്താണ്? UDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ LDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ? അപ്പോൾ RSSൻ്റെ പ്ലാൻ LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണെങ്കിൽ അതേകൻ RSSനെ പോലുള്ള ഒരു മണ്ഡലത്തിൽ 5000-ഓ 3000-ഓ 5000-ഓ വോട്ട് മറിച്ചു കൊടുക്കുക എന്നാണ് RSSന് പ്രത്യേകിച്ച് പണിയുള്ള സംഗതിയല്ല. അവർ കാഡർ ബേസ്ഡ് അല്ല, വെൽ നെറ്റ്വർക്ക്ഡ് ആയുള്ള ഒരു സംവിധാനമാണ്.